നമ്മുടെ കലയും കവിതയും സാഹിത്യങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് പുതിയ സന്ദേശങ്ങൾ നൽകുന്നതാവണമെന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഓരോ കല കൊണ്ടും സാഹിത്യവും കൊണ്ടും അവരുടെ മാതാപിതാക്കളോടും അവരുടെ ഗുരുവര്യന്മാരോടുമൊക്കെ അവർക്ക് സ്നേഹങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കപ്പെടാറുമുണ്ട്. പക്ഷെ ചില വരികൾ കേൾക്കുമ്പോൾ നമ്മൾ വലിയ ആശങ്കയും നമ്മുടെ മനസ്സിനുണ്ടാകാറുണ്ട്. ഈ വരികളൊക്കെ സ്നേഹം വർദ്ധിപ്പിക്കുവാനും മാതാപിതാക്കളെ അനുസരിക്കുവാനും ഒക്കെ ഉള്ളതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ഈ സാഹിത്യവും സംസ്കാരവും ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി കഴിയുക? ചില പാട്ടിന്റെ വരികൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ? അതിലെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് നമ്മുടെ ഒരു ഗാനശാഖയിലെ വരി എന്ന് പറയുന്നത്. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം, സുഖസന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം. ഈ പാട്ടിലെ വരികൾ ഒരുപാട് തവണ ആലോചിച്ചു പോയതാണ്. മാതാപിതാക്കളെ മാപ്പ്, മാതാപിതാക്കളോട് മാപ്പ് പറയാണ്. ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഇനി അങ്ങോട്ട് എന്റെ തന്നിഷ്ടമുള്ള കൂത്തുകൾ മാത്രം നടക്കുകയാണ്. ഉന്നം മറന്നൊരു പോക്ക്, നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം, ഒരു ഉന്നം വേണം, ഒരു നന്മയുടെ പാദം വേണമെന്നാണ്. പക്ഷെ കുട്ടികളുടെ പാട്ട് പറയുന്നത് ഉന്നം മറന്നൊരു പോക്ക് എന്നാണ്. എന്നിട്ട് മാതാപിതാക്കളോട് വീണ്ടും പറയുകയാണ്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇനി ഞങ്ങളോട് ഗുണപാഠങ്ങളൊന്നും വേണ്ട. എന്നിട്ട് വീണ്ടും പറയാണ്, ഇത് എൻ പാത എൻ അധികാരം, ഇതെന്റെ പാതയാണ്, ഇതെന്റെ അധികാരമാണ്, വഴി തെറ്റാനുമുണ്ട് അവകാശം, വഴി തെറ്റിപ്പോകാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറയാണ്. സുഖസന്തോഷമാണ് പ്രധാനം, സുഖവും സന്തോഷവും മാത്രമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം, അതിനപ്പുറത്ത് മറ്റൊരു വിചാരവും ഞങ്ങൾക്കില്ലെന്ന് പറയാൻ. ഈ പാട്ടുകൾ നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിനകത്ത് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് മാതാപിതാക്കളോടും അവരുടെ ഗുരുവര്യന്മാരോടും ഒക്കെ പെരുമാറുക എന്ന് പുതിയ കാലത്തെ ചിന്തയിൽ നിന്ന് നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു പുതിയ വിചാരമായി മാറിയിരിക്കുന്നു.